ദ മിനിസ്ട്രി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ ഒരു ഗൈ റിച്ചി സിനിമയാണ്. ഒരു കോമഡി ആക്ഷൻ സ്പൈ സിനിമ. അപ്പം ഗൈ റിച്ചി സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്കറിയാം അത് ഏത് ലെവൽ ഏത് റേഞ്ചിലുള്ള സിനിമകളാണെന്ന്. അപ്പം ഈ സിനിമയ്ക്ക് എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാസ്റ്റ് തന്നെയാണ്. ഒരു മേജർ കാസ്റ്റുള്ള സിനിമ. അതിൽ ഹെൻറി ക്യാവിലുണ്ട്, ആലൻ റിച്ചർഡ്സൺ ഉണ്ട്, ഹെൻറി ഗോൾഡിംഗ് ഉണ്ട്, ഹീറോ ഫെനി സ്റ്റീഫൻ ഉണ്ട്. അങ്ങനെ കുറേ വലിയൊരു കാസ്റ്റ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതേപോലെ തന്നെ ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിൻ്റെ അവസാനം എഴുതി കാണിക്കുന്നൊക്കെ ഉണ്ട്. ഇത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഇംഗ്ലണ്ടും അതായത് യുണൈറ്റഡ് കിങ്ഡവും ജർമ്മനി, അതായത് നമ്മളുടെ ബ്രിട്ടൻ നാസികളുടെ ആ അറ്റാക്കിൽ നിന്ന് ഇങ്ങനെ പതറി നിൽക്കുന്ന സമയത്ത് അവരുടെ ഒരു ടഗ് ബോട്ട് നശിപ്പിക്കാനായിട്ട്, അത് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഒരു ടീമിനെ വിടുന്നു. ആ ടീമിൻ്റെ സ്റ്റോറി അവരെങ്ങനെ അത് ഡിസ്ട്രോയ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പം കോമഡി ആക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് ഹെൻറി കാവിലിൻ്റെ ഒരു കിടിലൻ ലുക്ക്, അതായത് നമ്മളിങ്ങനെ ഹെൻറി കാവിലിൻ്റെ ഇങ്ങനെയുള്ള ലുക്കുകൾ ഭയങ്കര രസമായിരിക്കും. പുള്ളി അത് ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ ഹെൻറി കാവിൽ, ആലൻ റിച്ചർഡ്സൺ കോംബോ, രണ്ട് മാസമായിട്ടുള്ള രണ്ട് ആൾക്കാർ ഭയങ്കര സിമ്പിളായിട്ട് ആക്ഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ കോമഡി വിത്ത് ആക്ഷൻ ചെയ്യുന്നു. അതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. അതുപോലെ തന്നെ കുറേ അധികം കിടിലൻ ഷോട്ടുകളും കുറേ നല്ല ഫ്രെയിമുകളൊക്കെ ഉള്ളൊരു സിനിമയാണ്. സെക്കൻഡ് വേൾഡ് വാറാണ് കാണിക്കുന്നത്. അങ്ങനെ യുദ്ധങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. ഇതിനകത്ത് ഒരു എന്താണ്, ഈ ഒരു ടഗ് ബോട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇവരുടെ മെയിനായിട്ടുള്ള ആ ഒരു സംഭവം. അപ്പം ഇത് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ സമയത്താണ് സ്റ്റോറി നടക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഓതറൈസേഷനിലാണ് ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. പക്ഷേ ഇത് ഭയങ്കര അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ജർമ്മൻ പിടിച്ചു കഴിഞ്ഞാൽ തല പോവും, ടോർച്ചർ ചെയ്യും. ബ്രിട്ടൻ പിടിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോകണം. പക്ഷേ ഇത് രണ്ടും സംഭവിക്കാതെ ഇവർക്ക് അവിടെ ചെന്നിട്ട് ഈ സാധനം ഫെർണാണ്ടോപ്പോ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് ഈ ഒരു ബോട്ടിനെ ഡിസ്ട്രോയ് ചെയ്യണം എന്നുള്ള ടാസ്ക് ഇവർ ഏറ്റെടുക്കുന്നു. അതൊരു കടൽമാർഗം പോകുന്നു. അതിനിടയ്ക്കുണ്ടാകുന്ന സംഭവങ്ങൾ ഇവരെങ്ങനെയാണ് അവിടെ പ്ലാൻ ചെയ്യുന്നത്. ഇവർക്ക് ഗ്രൗണ്ട് സപ്പോർട്ടിന് ആളുണ്ട്. അപ്പം ഇതിലത് എല്ലാ ക്യാരക്ടേഴ്സും ഒറിജിനൽ ക്യാരക്ടേഴ്സാണ്, ഒറിജിനൽ സ്റ്റോറി ആണെന്നാണ് അവകാശപ്പെടുന്നത്. ഇനി അത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് മേ ബി ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. അപ്പം അങ്ങനെ പോകുന്നു. ഇത് ഭയങ്കര സിമ്പിളായിട്ടാണ്. നമ്മളിങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണെന്നൊക്കെ വിചാരിച്ചാലും ഭയങ്കര സിമ്പിളായിട്ട് നിന്നിട്ട് ഭയങ്കര ആക്ഷൻ സീക്വൻസ് ഒക്കെ നിന്നിട്ട്, അതായത് ആരുടെ ഓർഡർ സ്വീകരിക്കാത്ത നായകൻ്റെ പേര് ഗസ് മാർച്ച് ഫിലിപ്പ് എന്നാണ്. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ആരുടെ ഓർഡർ ഒന്നുമില്ല, സിമ്പിളായിട്ട് ചാവട്ടെ പുല്ല് എന്ന് പറഞ്ഞ് പോകുന്നു. എല്ലായിടത്തും ഒരു ഹാഫ് മാഡായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ. അപ്പം ആ ക്യാപ്റ്റൻ്റെ കൂടെ ക്യാപ്റ്റനുമായിട്ട് സിങ്ക് ആവുന്ന കുറച്ച് ക്രൂ മെമ്പേഴ്സ്, ഇവരെല്ലാം ഇങ്ങനെ തന്നെയാണ് പോകുന്നു. എവിടെയാണോ ചെല്ലേണ്ടത് അവിടെ ഫുള്ള് ഡിസ്ട്രോയ് ചെയ്യുന്നു, നശിപ്പിക്കുന്നു, തിരിച്ചു പോകുന്നു. അതാണ് ഇവരുടെ ഒരു പ്ലാൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഇവർ ഈ ഒരു ടഗ് ബോട്ട്, അതിൻ്റെ പേര് ലുക്കോസ കോസ്റ്റ എന്നാണ് അതിൻ്റെ പേര്. അപ്പം ആ ഒരു സാധനം ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഫെർണാണ്ടോപ്പൂതി വരുന്നു. അപ്പം നമ്മളിപ്പോൾ എന്ത് മിഷനുമായിട്ട് എന്നാലും അവിടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകുമല്ലോ. അപ്പം ആദ്യമേ ഈ സാധനം 2 ദിവസം മുന്നേ, ഇത് സപ്ലൈ ഷിപ്പാണ്, അതായത് ജർമ്മൻസ് അവരുടെ സപ്ലൈ കൊണ്ടുപോകുന്ന സാധനമാണ്. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ അവർക്ക് സപ്ലൈ ഇല്ലാണ്ടാവും. അവർക്ക് ആ ഒരു യുദ്ധത്തിൽ ഭയങ്കര പ്രഷർ വരുത്തല്ലേ. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ സാധനം കാണിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ പക്ഷേ ഭയങ്കര കോമഡിയാണ്. അതായത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഭയങ്കര തമാശ രീതിയിലാണ് ഈ ഒരു സാധനത്തെ കൊണ്ടുപോയിട്ടുള്ളത്. അതിനകത്ത് ഹെൻറി ക്യാവിലായാലും അലൻ റിച്ചാർഡ് ആയാലും എല്ലാവരും ആ ഒരു വൈബ് പിടിച്ച് പോകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഗൈ റിച്ചിയുടെ ക്യാമറ ഷോട്ട്സ്, സിനിമാറ്റോഗ്രഫി, ഇതെല്ലാം ഇതിനകത്തുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പർട്ടിക്കുലർ സീനുണ്ട്. അതായത് കയ്യിൽ ചോരയായിട്ട് കൈ നിന്നിട്ട് വെള്ളത്തിൽ മുക്കുമ്പോൾ ചോര ഇങ്ങനെ സ്പ്രെഡ് ആവുന്നൊരു സീനുണ്ട്. അത് ഭയങ്കര രസമാണ് അത് കാണിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു സിനിമ, പക്ഷേ നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാതെ 2 മണിക്കൂർ സിമ്പിളായിട്ട് ഇത് സിനിമ തീർന്നോ എന്ന രീതിയിൽ കൊണ്ടുപോകുന്നു. അത്രയ്ക്ക്, അതായത് ഭയങ്കര ക്രൂഷ്യൽ മൊമെൻറ്റ്സൊക്കെ നമുക്ക് ഭയങ്കര സീരിയസ്നെസ് ഉണ്ട്, എന്നാൽ അവിടെ തമാശയുണ്ട്. ആ ഒരു രീതിയിലാണ് ഇവർ കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന എന്താ പറയണ്ടേ, ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു തരത്തിൽ നോക്കുകയാണ്. പക്ഷേ തിയേറ്ററിൽ കാണാനായിട്ട് ഈ സാധനം ഇവിടെ നിന്ന് റിലീസായിട്ടില്ല. പല സിനിമകളും റിലീസാവാറില്ല, അതുകൊണ്ടാണ് നമ്മൾ കാണാത്തത്. അങ്ങനെ കാണാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു. അതെന്തായാലും ഇപ്പം OTTയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ പോയി കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. എനിക്കെന്തായാലും ഈ ഒരു സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഓൾറെഡി ഗൈ റിച്ചി ഫാനാണ്. ഗൈ റിച്ചിയുടെ എല്ലാ സിനിമകളും കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾ പോയി കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക.